വളാഞ്ചേരി നഗരസഭയിലെ 1-ാം ഡിവിഷൻ തോണിക്കലിലെ UDF കമ്മിറ്റിക്കെതിരെയാണ് LDF ഡിവിഷൻ കമ്മിറ്റി രംഗത്തെത്തിയത്. 1-ാം ഡിവിഷനിലെ നിലവിലെ കൗൺസിലറായ റസീന മാലിക്കിനെതിരെ നടത്തുന്ന വ്യാജ പ്രചാരണം തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണെന്ന് LDF കുറ്റപ്പെടുത്തുന്നു. തോണിക്കലിൽ താമസിക്കുന്ന സർക്കാരിന്റെ പട്ടയ ലിസ്റ്റിൽ ഉൾപ്പെട്ട 5 കുടുംബങ്ങളിൽ 3 കുടുംബം നഗരസഭയുടെ ലൈഫ് ഭവന പദ്ധതിയിലും ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സർക്കാർ ജനുവരിയിൽ പട്ടയം കൊടുക്കാനിരിക്കെ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട കുടുംബങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ മോശമായി ചിത്രീകരിക്കുകയാണ് UDF ചെയ്തതെന്ന് LDF തോണിക്കൽ ഡിവിഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞങ്ങളുടെ ഡിവിഷൻ 1-ൽ ഒരു കുടുംബത്തിൻ്റെ എന്താ പറയുക, അനധികൃതമായിട്ട് ഞങ്ങളത് തട്ടിയെടുത്ത് ഒഴിവാക്കി, അവർ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ള ഒരു ന്യൂസാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഡിവിഷൻ മുസ്ലിം ലീഗിൻ്റെ ഒരു കമ്മിറ്റിയാണ് പൊതുസമ്മേളനം വിളിച്ച് അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ 18, 19, 20, 21, 22, 23, 24, 25 അതായത് കഴിഞ്ഞ വർഷം മാത്രം ലൈഫ് പദ്ധതിയിൽ ഭൂരഹിത ലിസ്റ്റിൽ വാർഡിൽ ഇത്രയധികം 8 ആളുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയത്ത് ഈ മത്സരിക്കുന്ന വ്യക്തിയുടെ വാർഡിൽ നിന്ന് ആകെ 2 ഉള്ളൂ. കാരണം ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ റസീന മാലിക്കിൻ്റെ ഇടപെടൽ അവിടെ തന്നെ വ്യക്തമാണ്. എത്രത്തോളം ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഉദാഹരണമാണ്. കൗൺസിലറുടെ കൃത്യവിലോപം കാരണം നിർധന കുടുംബത്തിന് വീട് ലഭിച്ചില്ലെന്നാണ് UDF പ്രചാരണം. എന്നാൽ റസീന മാലിക്കിനെ ലക്ഷ്യമിട്ട് നടക്കുന്ന ഇത്തരം പ്രചാരണങ്ങൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണെന്നും ജനങ്ങൾ ഇത് തിരിച്ചറിയുമെന്നും LDF നേതാക്കൾ പറഞ്ഞു. ഇപ്പോൾ പട്ടയത്തെക്കുറിച്ച് ഘോരഘോരം പറയുന്നത് തന്നെ ഞങ്ങൾ ഈ കൊണ്ടുവന്ന് ഈ ഫയലുകളൊക്കെ ഇപ്പോൾ നിലവിൽ താലൂക്കിലെല്ലാം റെഡിയായിട്ട് അടുത്ത പട്ടയമേളയിൽ വിതരണം ചെയ്യാൻ കാത്തിരിക്കുന്നുണ്ട്. ആ ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ നമുക്ക് വെറുതെ വിളിച്ച് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഞങ്ങളൊന്നും ഇതൊന്നും ഇപ്പോൾ ഒരിക്കലും വിവാദം ആക്കണമെന്ന് വിചാരിച്ചില്ല. ഇങ്ങനെ വിവാദം ആയപ്പോൾ പറഞ്ഞാൽ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്കൊരു ഗുണം കിട്ടിയെന്താണ്, കാരണം ഞങ്ങൾ ചെയ്യാത്ത കുറേ കാര്യങ്ങൾ, ജനങ്ങൾ അറിയാത്ത കുറേ കാര്യങ്ങൾ എന്ത് ചെയ്തു, ജനങ്ങൾ അറിഞ്ഞു. കാരണം ഇതൊക്കെ ഇപ്പോൾ ആരും ജനങ്ങളോട് പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ആരെ വിശ്വസിക്കുക? അത്തരം കാര്യങ്ങളിപ്പോൾ ജനങ്ങൾ അറിഞ്ഞു. നഗരസഭ നടപ്പാക്കിയ ഭൂരഹിത ഭവനരഹിതർക്കുള്ള ഭൂമി നൽകൽ പദ്ധതിയിൽ വാർഡ് സഭയും നഗരസഭയും പാസാക്കി ലൈഫ് മിഷൻ അംഗീകരിച്ച ഗുണഭോക്തൃ പട്ടികയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നുമാണ് UDFന്റെ ആരോപണം. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച UDF തോണിക്കൽ ഡിവിഷൻ ഭാരവാഹികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും LDF അറിയിച്ചു. കൗൺസിലർ റസീന മാലിക്, ഷമീർ പാക്കത്ത്, ഇബ്രാഹിം തെക്കുളത്തിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ്, വളാഞ്ചേരി. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.